വരെ നമ്മൾ നമ്മുടെ ഷില്ലോങ് ടൗൺ പപ്പടം ഇവിടുത്തെ പപ്പടതാണോ. അപ്പോൾ നമ്മൾ ചെക്കനി പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആസാമിലാണ്. ഓക്കെ, അപ്പോൾ 2 ദിവസമായി ഇവിടെ. അപ്പോൾ സുബൈൻ ഗർക്ക് അസാമീസ് സിംഗർ, ബോളിവുഡിലെ യാഹാലി എന്ന പാട്ടൊക്കെ പാടിയ ആള് മരണപ്പെട്ടത് കൊണ്ട് ആസാമിൽ 3 ദിവസം അവധിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് അത്രയും പ്രിയപ്പെട്ടൊരു മനുഷ്യനാണ് ഈ നാട്ടുകാർക്ക് മൂപ്പര്. നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരിച്ച ആ രീതിയിലാണ് ഒരു കരയുന്നത്. അത്ര ഉണ്ട് ഇവിടുത്തെ ആളുകൾ, അങ്ങനെയാണ് ആക്ടേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഷില്ലോങ്ങിലേക്ക് പോവാണ്, മേഘാലയയിലേക്ക്. അപ്പോൾ നമ്മുടെ 2 പ്രിയപ്പെട്ടവരുണ്ട്, 2 ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ഓയ് വാ, ഇത് ഒന്ന് പരിചയപ്പെടുത്. ഇത് നമ്മളെ ജസീം, മുത്തു. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് പോകണ്ടോ, ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങണം. അത് നമ്മളെ ക്രെറ്റ, ഇവിടെ ഒരു ക്രെറ്റ ഉണ്ട്, അത് കിട്ടിയില്ല. നമ്മൾ ലഗേജുകളൊക്കെ എടുത്തുകൊണ്ട് ഓക്കെ. ചുണ്ണാ ലഗേജ് പാക്ക് ചെയ്താണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് എന്ത് ചെയ്യും പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോവാണ്. ഓക്കെ, കട്ടിയണോ? ഫുള്ള് കണ്ണിങ് ഡ്രൈവിംഗ് ആണോ? മുന്നോട്ട് ഒന്നും പറ്റൂല, മുന്നോട്ട് ഇല്ലേ. ഇത് ഡ്രൈവിങ് അറിയുന്ന ആൾക്കാർ മുന്നിലിരിക്കുമ്പോഴുള്ള ചൊറയാണിത്. ആയിക്കോട്ടെ, കോപ്പിറൈറ്റോ? ആ, അതിപ്പം സൗണ്ട് കൊടുക്കുമല്ലോ ശരിക്ക്. അങ്ങോട്ട് കൂടെ ക്യാമറ അങ്ങോട്ട് കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്നത്. നമ്മളെങ്ങോട്ടാ, റൈറ്റ് ലെഫ്റ്റാ? റൈറ്റ്. യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. എവിടെയാണ്? അപ്പോൾ നമ്മൾ ചെക്കനി ബാക്കിലുണ്ടോ, മുത്തുപ്പ് വരും. എന്താണ് ആസാമിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കും? ആസാം എന്ന് പറഞ്ഞാൽ, ആസാം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു വേറൊരു പതിപ്പ്, അതാണ് ആസാം. അതായത് ഇത് ആരാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ജസീം ഇക്ക. അതെ, 40-45 വയസ്സ് പ്രായം കൊണ്ട് ഒന്നിക്കായി 2 വയസ്സ് ചെറുതാണല്ലോ. 2 കുറവാണെങ്കിലും ബഹുമാനം കൊണ്ട് നമ്മളെ ഇവിടുത്തെ ഒരു മെയിൻ എഞ്ചിനീയറാണ്. ഏതൊക്കെയാണ് പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞാൽ? പ്രൊജക്ടുകളോ, ഇപ്പൊ ഇവിടെ നമുക്ക് ഗുവാഹട്ടിയില് ജൻമാരി ഫ്ലൈ ഓവർ, ജൊറാട്ടില് ഒരു ഫ്ലൈ ഓവർ, എഗൈൻ ബുള്ളറ്റ് ട്രെയിനിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഗുജറാത്തില്. പിന്നെ MP റെയിൽവേന്റെ ബ്രിഡ്ജ്. ഇതാണ് ഇപ്പൊ നമ്മള് റണ്ണിങ് പ്രൊജക്ട് റീസെന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള വലിയ പ്രൊജക്ട് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മളെ വീഡിയോ ഓണല്ലേ, നമ്മളെ ചെനാബ് ബ്രിഡ്ജ് ഉണ്ടല്ലോ. ചെനാബ് ബ്രിഡ്ജിൽ നമ്മുടെ കട്രേന്ന് ശ്രീനഗർക്ക് പോകുമ്പോൾ 8 ബ്രിഡ്ജസ് നമ്മൾ ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേന്റെ ഫസ്റ്റ് കേബിൾ സ്റ്റേ ബ്രിഡ്ജ്, 5 ഗേഡ്. അതിനുശേഷം ഏഷ്യയിലെ ടോളസ്റ്റ് ബ്രിഡ്ജ് ചിനാബ്. പിന്നെ അങ്ങോട്ടുള്ള ശ്രീനഗർ എത്തുന്നവരെയുള്ള ചെറുതും വലുതായിട്ടുള്ള 7 ബ്രിഡ്ജ് വീണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഡിബ്രൂഗഡ്, ആസാമിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതും നമ്മൾ ചെയ്തതാണ്. പിന്നെ ബാന്ദ്രവർലി സീലിംഗ് അല്ലേ, ചൈനയില് നമുക്ക് നരേന്ദ്രമോദി കൈ കിട്ടുന്ന അതന്നെ ബോഗിവീൽ ബ്രിഡ്ജ്. അപ്പൊ ചില്ലറക്കാരനല്ല, പിന്നെ അതിന് മാത്രമൊന്നുമില്ല. അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് ഷില്ലോങ്ങിലേക്ക് പോവാണ്. ഇവിടെ എത്ര വർഷം? 8 വർഷം. ഇവിടെ ഞാൻ 2012 തൊട്ടുണ്ട്. 12, 8, 5, 13 വർഷമായി ഇവിടെ. ആസാം. പിന്നെ അതിൻ്റെ ഇടയിൽ ജമ്മുവിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു നാട്ടുകാരനും എല്ലാമാണ്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ വണ്ടി ഡിസയറാണ്. പോലെ ഇവിടെ ഡ്രസ്സ് കട ഉണ്ട്. അതായത്
നമ്മളെ കാറിന് പുറത്ത് തന്നെയാണ് കുറ്റം പറയട്ടെ. അപ്പോൾ ക്ലൈമറ്റ് ഇതാണ് നമ്മളെ അപ്പാർട്ട്മെന്റ്സ് കേട്ടോ. ഞങ്ങൾ ഇത്തവണത്തെ യാത്ര വോയേജർ ഗ്രാമമായിട്ട് ചേർന്നായിരുന്നു. സാധാരണ ഞങ്ങൾ നാട്ടിൽ നിന്ന് മറ്റ് നോർമലായിട്ട് അങ്ങ് പോകുമായിരുന്നു പല സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്നത്. ഇത്തവണ വോയേജർ ഗ്രാമിൻ്റെ കൂടെ വന്നതിന് ശേഷം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് തന്നെ ഇവരതിൻ്റെ ഫോളോ അപ്പുകളും മറ്റുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഫോൺ വിളിക്കുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഡൽഹിയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ഗൈഡ് തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം കാശ്മീരിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും നല്ല കാലാവസ്ഥ, ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് ഷെഫീഖ് അലിയും വോയേജർ ഗ്രാമം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ധൈര്യമായിട്ട് ഈ ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെ വരാവുന്നതാണ്. പിന്നെ യാത്രയിൽ തന്നെ ഞങ്ങൾക്ക് ചില 1-2 പേർക്ക് പനിയൊക്കെ വന്നു. അപ്പോൾ തന്നെ ഓൺ കോളിൽ ഡോക്ടർ നമുക്ക് സഹായം ചെയ്തു. അവർ പറഞ്ഞ മരുന്നുകൾ നമ്മൾ വാങ്ങി, നമുക്ക് അസുഖം ഭേദമായി. അതൊക്കെ ഒരു വലിയ ഹെൽപ്പ് തന്നെയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സ് തന്നെ 1-2 പേര് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്ത് വേണ്ടുന്ന മരുന്നുകളും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അതൊക്കെ ഒരു വളരെ ഹെൽപ്ഫുൾ തന്നെയായിരുന്നു. വളരെ നല്ലതായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസാണ് വോയേജർ ഗ്രാമമായിട്ടുള്ളത്. താങ്ക് യു. നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്യാൻ കൊടുത്തേന്. ഓക്കെയാ? ചൂടായി ജി വിയർത്ത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് നമ്മളെ ബ്രിഡ്ജ് കേട്ടോ തുടങ്ങണം കേട്ടോ. നമ്മളുണ്ടാക്കണ ഇവിടെ നമ്മളെ ബ്രിഡ്ജ് സ്റ്റാർട്ട് ആവണം. നമ്മളെ എഞ്ചിനീയറിംഗ് മാർവലാണ് അല്ലേ? ഇത് മാർവൽ എന്ന് പറയാൻ പറ്റില്ല. ദിസ് എ നോർമൽ ബ്രിഡ്ജ്. ഇവിടെ ഇങ്ങനെ തുടങ്ങി നമ്മൾ ഓൾമോസ്റ്റ് 50% കംപ്ലീഷനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ ഇവിടെ ഒരു വലിയൊരു ഫെസ്റ്റിവൽ പറഞ്ഞാൽ ഇവിടെ ബിഹു എന്ന് പറയും. നമ്മളെ വിഷു ഇല്ലേ, അതുപോലെ ബിഹു ആണ്. ഈ ബിഹുവിന് ഇത് ഓപ്പൺ ചെയ്യണം. പിന്നെ ചീഫ് മിനിസ്റ്ററെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് നെക്സ്റ്റ് ഇലക്ഷൻ്റെ മുന്നേ ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് 5 to 6 മന്തിനുള്ളിൽ ഇവിടെ ഇലക്ഷനാണ്. അതിൻ്റെ മുന്നേ ഈ ബ്രിഡ്ജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അതൊക്കെയാണ്. മുത്തുമോൻ പറയൂ, 2 വാക്ക് സംസാരിക്കൂ. ഞാൻ ട്രിപ്പ് കൂടുതലാണ്. അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് ഇനി മേഘാലയ ഷില്ലോങ്ങിലേക്ക് പോകണ്ടോ. അപ്പോൾ നമ്മളൊരു മോഡ് ഓഫ് ട്രാവൽ ഒരിക്കലും ഇങ്ങനെ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോയി കണ്ട് ഇങ്ങനെ ആണല്ലോ. ഇതിപ്പോ നമ്മള് ആസാമിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പൊ കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങളിപ്പോ നമ്മൾ വിളിച്ചാൽ പോലും എന്ന പോലെ അവിടെ പരിചയം ഒരാള്. അപ്പൊ അങ്ങനെ നമ്മളൊരു പക്കാ ഒരു ട്രിപ്പ് മോഡിലാണ്. ഓക്കെ, അപ്പൊ നമ്മള് മേഘാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷില്ലോങ്. സ്റ്റോറി ഇടാനുള്ള സെറ്റ് ഉണ്ടായിരുന്നു. സ്റ്റോറി കേട്ടില്ല. എന്താണ് ഇത് നമ്മൾ ചെയ്ത ബ്രിഡ്ജാണ്. ഇതിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് ഒരു 3 മാസം 4 മാസമായിട്ടുള്ളൂ. വളവുണ്ടല്ലോ, ഡൗൺ ടൗൺ എന്ന് പറയാ. ഇത് വളവുണ്ടല്ലോ, കുറച്ച് വളമൊക്കെ ഉണ്ടാവും. അപ്പോ നമ്മൾ ജസീം സർ ചെയ്ത പാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചൊറുക്കിലെ പാലം ചെറിയ കുലുക്കുണ്ട്. അങ്ങാടിപ്പുറം പാലത്ത് മുഖത്ത് കയറി വെക്കാം. അതൊന്നും നല്ല സംഭവം എന്താ അറിയോ, ഇതിന്റെ ടെക്നോളജി അറിയിട്ടാണ്. ഇത് സെസ്പിങ് സോൺ 5 സ്ഥലമാണ്. ഡിസ്പ്ലേ ക്ലിയർ ആക്കിക്കണോ? അപ്പൊ നമ്മൾ അതിനുള്ള സെറ്റപ്പാണ് ചെയ്ത് എന്താ പറയുക, സെസ്പിക് സോൺ 5, അതായത് എർത്ത് സോൺ 5 സ്ഥലമാണ് ഈ ഗുവാഹട്ടി. അപ്പൊ അതിനു വേണ്ടി നമ്മളെല്ലാ ജോയിന്റിലും സെസ്മിക് സോൺ, സെസ്മിക് റെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ജെർക്കിങ് കിട്ടുന്നത്. ഈ പാലോ നമ്മളിതല്ല മാറ്റം നോക്കാം. ഏത് ഈ മാറ്റമാണ് പോകുമ്പോ ഇതാ ഗട്ടർ റോഡാണ്. മാറ്റുണ്ട്. ഇത് കൊറേ മുന്നേ ചെയ്തോണ്ടല്ലേ. റീസെന്റ് ഇവിടെ 3-4 കൊല്ലത്തിനുള്ള എന്ത് ബ്രിഡ്ജ് ചെയ്യുന്നത് നമ്മുടെ കോട്ടയില്. GMC എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആസാമിലെ വീടുകളുടെ നോക്കി. അപ്പോ ഷില്ലോങ് നമ്മളെ ബോർഡ് കണ്ടു. ഷില്ലോങ് 80 kilometers from here, right? ദിമാപൂർ 260 kilometers, 262. നമ്പർ പ്ലേറ്റ് നോക്കി ആസാം 2. In 300 meters, turn right
ഇവിടെ നമ്മളെ ഷിലോങ് ടേൺ ചെയ്യാട്ടോ. റൈറ്റാ റൈറ്റ് നേവി ഉണ്ടോ? നേവിക്കാർ കൂടെ യൂണിഫോം ഉണ്ട്. ഇവിടെ മറ്റേ മാവോയിസ്റ്റുകളൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുന്നത്. അൽഫ അപ്പൊ നമ്മളെ ഷഫീഖ് അലി എന്ന കുഞ്ഞിമുത്ത് വണ്ടി കൊണ്ട് പോവാണ്. എന്റെ മൈക്ക് എവിടെ? ഇഞ്ഞിമുത്തിന് തലമിന്നും കയറ്റത്ത് കൂടെ പോയാല്, അപ്പൊ തലമിന്നും ഓന് കയറ്റത്ത് കൂടെ പോയാല്, അതുകൊണ്ട് ഇഞ്ഞിമുത്തിന് ഡ്രൈവിംഗ് സീറ്റ് ഇരുത്തിയേക്കാണ്. ഇഞ്ഞിമുത്തല്ല, കുഞ്ഞിമുത്ത് സൗണ്ട് അത് ബാക്ക് കുറച്ചു നേരം ഉണ്ടാവും. അപ്പൊ ഇനി നമ്മള് നേരെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന കുഴപ്പമില്ല. മറ്റെന്തരോ മറ്റേ തലമിന്നലാണ്. ട്രാവലറാണ്, പക്ഷെ കയറ്റം കയറിയ തലമിന്നും. ഇങ്ങനെ ആട്ടം ഡ്രൈവർ വരും ആട്ട. അത്ര നല്ല ഡ്രൈവറെ കണ്ടിരുന്നു. ഡ്രൈവർ നേക്കാണ് നേക്കിനും ആദ്യം നോക്കൂ പറയില്ലേ? ഡ്രൈവർ നേക്കാണ്. ഇവരെങ്ങനെയും പോവാലോ, വൺ സൈഡ് അല്ലേ. അടിപൊളി വ്യൂ ആട്ടോ സുഹൃത്തുക്കളെ. നോക്കി സൂപ്പറല്ലേ? സൂപ്പർ വ്യൂ, അടിപൊളി വ്യൂ. ജസ്റ്റ് ക്യാമറ എടുത്തോക്കാം. അഞ്ച് ക്യാമറ വാങ്ങും. എടുത്ത് കാണാം. ക്യാമറ ഏതൊക്കെ സിനിമാറ്റിക്കോ എങ്ങനെ എടുത്തോ? സാധനം പറിച്ചത് കട്ട് ചെയ്യട്ടെ. കേരളം മുതൽ കശ്മീർ വരെയുള്ള 14 ദിവസത്തെ യാത്രയാണ്. ആഗ്രയും ഡൽഹിയും കശ്മീരും ഇൻക്ലൂഡ് ചെയ്തുള്ള 14 ദിവസത്തെ യാത്രയിൽ 3 രാത്രികൾ നമ്മൾ ഡൽഹിയിലും 4 രാത്രികൾ കശ്മീരിലും, ഒരു 1 ഡേ ടൂറ് ആഗ്രയിലുമാണ് വരുന്നത്. ഈ ഒരു യാത്രയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹൈലൈറ്റ് കശ്മീരിൽ 4 രാത്രികളും 5 ഡേയ്സും ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആയിട്ടുള്ള ചെനാബ് റെയിൽവേ ബ്രിഡ്ജിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് വന്ദേ ഭാരതിൽ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തേക്കുള്ള പ്രീ ബുക്കിംഗ് ആണ്. താഴെ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ പോകുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യം ബുക്ക് ചെയ്യുന്ന 17 പേർക്കായിരിക്കും അവസരം. 25-ാം തീയതി പോയ ഓക്കുമായിട്ട് ബർത്ത്ഡേ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓണായോ? ഓണാണ്. നമ്മള് മേഘാലയയിലേക്കുള്ള ഒഫീഷ്യൽ എൻട്രിയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. കശ്മീരിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ ഇങ്ങോട്ട് ക്രോസ് ഇടുന്നുണ്ട്. ചില നേരത്തെ ആ വണ്ടി ഇങ്ങനെ നമ്മളെ വണ്ടിയാണ് പോണത് നമുക്ക് ഉണ്ടാവില്ലേ? നമ്മള് നിൽക്കാരം ട്രെയിനിൽ നമ്മള് പോന്ന് വണ്ടിയോടെ നിർത്തിയിട്ടോ. എനിക്ക് വേക്ക് ഇരുന്നിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രൈവിംഗ് സീറ്റിക്ക് ഞാനിരുന്നത്. ജസ്റ്റ് ഇവിടെ ഉണ്ട്, മുത്തു അപ്പുറത്തുണ്ട്. ആസാം വണ്ടികൾ നോക്കി, ആർമിക്കാര വണ്ടികൾ. പക്കാ കാട്ടുൽപ്പന്നങ്ങളാണ്. കാട്ടത്തെ ഉൽപ്പന്നങ്ങൾ, അച്ചാറ്, നമ്മളെ ഇതല്ലേ നമ്മളെന്തിനു പറയുന്നതിന്, നമ്മളെ നാട്ടിലത്തെ ചീനാപ്പറങ്കി, വാഴക്കൊക്കെ കാട്ടുപഴം. ഇത് മുളൻ്റെ മറ്റേ സാധനമല്ലേ നമ്മള് നമുക്ക് ഉണ്ടാക്കണ്ടേ ഇതേപോലെ വീട്ടില്. കരിച്ചക്കൊക്കെ ചെറിയ കരിച്ചക്ക. ഇത് മധുരം കൂടിയതാണ്. എത്ര റേറ്റ്? 50 അവരോട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അല്ലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. इसका कितना दीदी? 50. अच्छा 50. छोटा वाला को 50 रुपया. अभी लास्ट सीजन हो गया ना. പിന്നെ ഒരു കഴുകി കട്ട് ചെയ്ത് പോലെ കൈ കൊണ്ട് തൊടുന്നില്ല കേട്ടോ. അതാണ് ഞാൻ കണ്ടൊരു ക്വാളിറ്റി പോലെ. മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴേ പോലെ ആകെ കൈ പിജാമുത്തും അതൊക്കെ ആകെ ആക്കിയിടും. ഇതതില്ല. ഞാൻ കുറച്ച് ഉപ്പും മുളക് കിട്ടാണ്ട് दीदी नाम क्या आपका?
आपका नाम क्या? मैं ब्लॉग बना रहा हूँ, वीडियो बना रहा हूँ. नाम हाँ. रीता. रिता. रिता दी. റീതാദിൻ്റെ കൈതച്ചക്ക നമ്മൾ തിന്നു കേട്ടോ. എക്സൈറ്റഡ്? the taste good. പെരുമധുരം. ഫോട്ടോ എടുത്തത് തിന്നണേ Vlog എടുത്തേ. ആയോ? കിഡിലൻ ആംബിയൻസ് ആണ്. എൻ്റെ മോനെ അല്ല ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കിഡിലൻ ആംബിയൻസ് ആട്ടോ. ഈ വീടുകളും അത് കുറേ നമ്മൾ മിസ്സായി. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാട്ടിട്ട് പോയിട്ടുണ്ടേ കോപ്പറേറ്റ് അടിക്കുന്ന വിചാരിച്ചാണ്ട് നോക്കി എൻ്റെ മോനെ അതിലെ സൈഡിലുള്ള വ്യൂകൾ നോക്കി. ഷില്ലോങ് 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 കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ ഇനി. ഷില്ലോങ് 27 കിലോമീറ്റർ മോർ വി ഹാവ് ടു ട്രാവൽ ടു റീച്ച്. ഓണായിക്കോ ഓണായിക്കോ. സംഭവം നേക്ക് ആംബിയൻസ് നോക്കി. നേക്കും അല്ലേ എന്താ വ്യൂ നോക്കി. ദിസ് ഈസ് മേഘാലയ. മറ്റേ കുടുംബത്തെ പാടത്തോട്ടാണ്. പൂക്കോട്ടുംപാടല്ല, ചോക്കാടുണ്ട് ഇതേപോലെ തന്നെ. അപ്പോ എന്താ പാടി രണ്ടു വാക്ക് സംസാരിക്കും. സെറ്റടാ സെറ്റ് 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 മോനെ മേഘാലയ പൊളി ട്രിപ്പ് മോനെ. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാ ഈ മരങ്ങൾ നോക്കി നേക്കുണ്ടല്ലേ. മരം മനസ്സിലായില്ല. ഇവിടുത്തെ വീടുകളുണ്ടെങ്കിൽ നായ്ക്കളെ തിന്നുന്ന ആൾക്കാരാണ്, അതാ വിഷയം. അപ്പോൾ ഇനി അടുത്ത ഫോട്ടോ സ്പോട്ട്. നല്ല വിശക്കുണ്ട്, ഒന്നും തിന്നിട്ടില്ല. വാ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തേക്കുള്ള വോയേജർ ഗ്രാമിന്റെ 14 ദിവസത്തെ ഡേറ്റുകളാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത്. ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഇനി നിങ്ങളുടെ കൂടെ ആരുമില്ലേ നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. 14 ദിവസം യാത്രയിൽ ആഗ്രയിൽ താജ്മഹൽ, ആഗ്ര ഫോർട്ടും, ഡൽഹിയിൽ കുത്തബ് മിനാർ, സെൻട്രൽ സെക്രട്ടറി, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ, ഹ്യൂമൻ സ്റ്റോംബ്, അങ്ങനെ ഡൽഹിയിൽ 3 രാത്രികളും 4 ഡേയ്സും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കശ്മീരിലെ മനോഹരമായിട്ടുള്ള ഗുൽമർഗും, സോൻമർഗും, പെഹൽഗാമും, കശ്മീരിലെ ശ്രീനഗർ ലോക്കൽ വിസിറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 4 രാത്രികളും 5 ഡേയ്സും. ടോട്ടൽ പാക്കേജ് വരുന്നത് 14 ദിവസമാണ്. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ കൊടുത്ത എല്ലാ ഡേറ്റുകളും നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ ചില കാഴ്ചകൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടൊരു എങ്ങനെ പറയാ കുളിർമ നേകുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് ആസാമിൽ നിന്ന് ബൈ റോഡ് മേഘാലയ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ 3 പേരുള്ളത്. ജസീം മൂലം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുണ്ടോ കാഴ്ചകളുണ്ടോ കേട്ടോ. എന്താ അടിപൊളി കാഴ്ചകൾ നോക്കി. എവിടെ വെച്ച് കഴിഞ്ഞാലും നല്ല രസമുള്ള കുറേ ആളുകൾ ഇവിടെ അടിപൊളിയായിട്ട് ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തി നമ്മൾ ജസ്റ്റ് ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ട അടിപൊളി കുറച്ച് കാഴ്ചകളുണ്ട്. ചുറ്റും മലകൾ, അതിൻ്റെ ഇടയിൽ വലിയൊരു ലേക്ക് നോക്കി ഉള്ള കാഴ്ച കാണാം. ചാടിക്ക കട്ടനടിക്ക പാൽച്ചായ പോരാ. ഓ ഇത് ഒരു ഗ്ലാസ് എടുത്തിരുന്നു. ഗ്ലാസ് അടിക്കാൻ നല്ല ചൂടുണ്ട്. दीदी एक ग्लास पकड़ो, ठीक है? ठीक है, ग्लास दूर चढ़ियो. മതി 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 അടക്ക വേണ്ട. കട്ടൻ ചായ ചൂടല്ലേ. ഇവിടെ എല്ലാം കാഴ്ച ഉണ്ടല്ലോ. ഇനി ഓലോക്ക് ഫിഷിങ് ഓരോ ഇത് കിടക്കണേ, ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ എങ്ങനെ പോവാ. ചെറിയ മഴക്കാർ കുറേ നേരം വരണം നോക്കി. എന്താ ബൈബിളേ, നമ്മൾ നേക്ക് കാഴ്ചല്ലേ. ഇങ്ങനെ ഉണ്ടോ ഓല് മീൻ പിടിക്കണ നോക്കി. ഫാമിലി ആയിട്ട് വന്നേക്കണൊക്കെ. ചെറിയ കുട്ടീനെ അവിടെ ഇരുത്തിയാണ്ട്. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഷില്ലോങ് ലക്ഷ്യമാക്കി പോവാണ്. ഉമ്മിയം പറഞ്ഞ സ്ഥലത്തുണ്ടോ, ഉമ്മിയം.
റിയോബോ ഡിസ്ട്രിക്ട് മേഘാലയ ഏരിയ മാനേജ്മെന്റ് അതോറിറ്റി മേഘാലയ പവർ ജനറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. അടിപൊളി ഒരു ലേക്ക് ഉണ്ട്. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഷില്ലോങ്ങിലേക്ക് തിരിക്കുകയാണ്. അതായത് നമ്മൾ പോണ ലൊക്കേഷനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ കടൽ ഫീൽ ചെയ്യില്ലേ? ശരിക്കും ലേക്കാണ്. അത് തടാകം ഫുള്ള് വെള്ളം ഭയങ്കര മൂവിളാണ്. ഇതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഈ സൈഡിലുണ്ടെങ്കിൽ ഫുള്ള് ഇതേപോലെ സെറ്റപ്പ് ഫുള്ള് ഇതേപോലെ ഇതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഈ റോഡ് അടക്കമുള്ള സാധനം തടാകത്തിൻ്റെ ഇതാണ്. എന്തിനു പറയാം, മതിൽ കെട്ടോ എന്താ പറയില്ലേ, നെയ്ക്കാണ്. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉടനെ നമ്മൾ പാക്കേജ് ഇടും. കണ്ണൻ ചിമ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ, അടിപൊളി കാഴ്ചകളാണ്. ML ഉണ്ട് ഇവിടുത്തെ വണ്ടികളുടെ രജിസ്ട്രേഷൻ മേഘാലയ. ജസീമും നമ്മളെ മുത്തുമോനും അവിടെ ഉണ്ട്. വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാനും കുറച്ച് നേരം വർത്താനം പറഞ്ഞാൽ അവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മൾ അവിടുന്ന് പോന്നു. കിറ്റിലെ മഴ അല്ലേ, മഴ. അപ്പൊ നമ്മളാ കണ്ട തടാകം ഉണ്ടല്ലോ, അതിന്റെ ബാക്കിയായിട്ട് ഇതൊക്കെ ഫുള്ള് മഴ ചെയ്തിട്ട് കാണില്ല. അവന്റെ മോനെ വ്യൂ നോക്കി, കിട്ടിലും വ്യൂ. സൂപ്പർ വ്യൂ, സൂപ്പർ വ്യൂ. നമ്മൾ നേക്കുണ്ടോ, മുതലുണ്ടോ മേഘാലയ is something else. മഴ സ്വിച്ച് ഇട്ട മാതിരി നിന്നും ചെയ്തു. പെരും പവർ വെള്ളത്തുള്ളിട്ടാണ് മഴത്തുള്ളി. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഷില്ലോങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ഷില്ലോങ് കന്റോൺമെന്റ്. സിൽച്ചാറിലേക്ക് ഇവിടുത്തെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഇവിടുത്തെ വിവിധ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അമ്പലം. ഇവിടുത്തെ വേറെ സാധനം ശ്രദ്ധിച്ചാൽ എന്താ അറിയുമോ, വണ്ടികൾ അൾട്ടോ 800 മാരുതി 800 നമ്മളെ അതൊക്കെയാണ് ഇവിടുത്തെ വണ്ടികൾ. കാരണം എന്താ അറിയുമോ, ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയാണ്, ചെറിയ ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് മീൻസ് റോഡുകളും കാര്യങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളുണ്ടാവും. ജമ്മുവിൽ പോയി കഴിഞ്ഞാൽ ടവേരകളെ കാണാം കൂടുതൽ, സുമോ സാധനങ്ങൾ. അതും വെറുതെ പറയട്ടോ, ഉള്ളേരിയകളിൽ പോയാൽ ഫുള്ള് നമ്മളാണല്ലോ വണ്ടികളുടെ ഫുള്ള് ഇത് മാറി. വേറൊരു ഫീലിന് കേട്ടോ, വേറൊരു രാജ്യത്തേക്ക് എത്തിയ ഫീലൊക്കെ ഉണ്ട് അല്ലേ? കുഴപ്പമില്ല. ഫോറിനേഴ്സ് മേഘാലയ വേറൊരു MLA മേഘാലയ ഷില്ലോങ് പോലീസ് ബസാറാണ്. പോലീസ് ബസാർ ഫുള്ള് പോലീസുകാരാണ്. ആ അവിടെ ഫുഡിൻ്റെ ആക്കണം അവിടെ. ഇതൊരു ഭയങ്കര അഹങ്കാരികളാണല്ലേ. അതായത് വണ്ടിയൊക്കെ നിർത്താനൊക്കെ ഇവരോട് ചോദിക്കാൻ പറ്റൂല. ഭയങ്കര മാർക്കറ്റ് തോന്നുന്നു. എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ ആദ്യം. ഇതാണ് മേഘാലയ കേട്ടോ. എന്തെങ്കിലും ബിൽഡിങ്ങുകൾ കളറും ഇത് ഭക്ഷണം കഴിക്കാൻ കയറില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. എന്താ പറഞ്ഞത്, എനിക്ക് കിട്ടണ്ടോ കിട്ടിയോ എന്ത് ബ്ലോഗറല്ലടാ. സത്യത്തിൽ തലവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തലവേദന വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടോ ഞാൻ ബേക്കറി സ്റ്റാമിന ഉണ്ടാവണം. സ്റ്റാമിന ഉണ്ട് അതല്ല, എനിക്കൊന്ന് നല്ല തലവേദനയുണ്ട്. അതല്ലേ എന്താ ആരോഗ്യം കൂടിയിട്ടാണ്. ആരോഗ്യത്തിലല്ലേ ഡ്രൈവർ യെസ് വാൾവൊക്കെ ഇങ്ങനെ ഉണ്ട്. മറ്റേ പണ്ടത്തെ RTC പോത്ത് ബിരിയാണിയിൽ
പോത്തുണ്ട്. അതിനെ കിട്ടിയാ പോത്ത് 2.5 മതിയല്ലേ? പപ്പടം ഇവിടുത്തെ പപ്പടം കേട്ടോ. ഫുഡിനെ കുറിച്ച് സത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പെടൽ പെട്ടൊക്കെയാണ്. 100 റുപ്യൻ്റെ ഇറച്ചി എടുത്ത് ഇത് എസൻസ് കുറിച്ച് ഉണ്ട് പറ്റില്ലേ? ഇപ്പം ഏട്ടനഞ്ചാലും പോരില്ല, രണ്ടാളും കണ്ടാൽ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു. അട്ടർ ഫ്ലോപ്പ്. ഇപ്പം അടുത്തൊന്നും ഇങ്ങനത്തെ ഫ്ലോപ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഏരിയക്ക് വരരുത് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവന് നമ്മൾ റൂം നോക്കട്ടെ. ഷില്ലോങ് ടൗൺ പോലീസ് ചൗക്ക് ഉണ്ടോ? ആളുകളൊക്കെ ഫേസ് കട്ട് നോക്കി. ഫുള്ള് അങ്ങനത്തെ ഒരു ആംബിയൻസ്. പോലീസാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് പോവാണ്. ഒരു മാർക്കറ്റ് എത്തി. ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. എന്തായാലും പോയോ? എനിക്കൊരു ഗുമ്മിട്ടില്ല. ഫസ്റ്റ് ബെസ്റ്റാണ്. എന്തായാലും പോയോക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ റൂം തപ്പി നമ്മളൊരു സ്ഥലത്തെത്തി. ആംബിയൻസ് ഉണ്ട്, നല്ല രസമായിട്ടുള്ളൊരു ഫാമിലിക്കൊക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് അല്ലേ? ഓക്കെ അല്ലേ? കയറല്ലേ? ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ. ഞാൻ വരാം. അല്ല ഞാൻ ഇപ്പോൾ വരാം, ഒരു 5 മിനിറ്റ്. റൂമൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നല്ല ഇതൊരു റൂം. ഓക്കെ. ഇങ്ങോട്ട് അഥവാ നമ്മൾ ഇങ്ങോട്ട് പാക്കേജ് എടുക്കുന്ന സമയത്ത് ഇനി റൂം കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് വ്ലോഗ് കണ്ടില്ല കേട്ടോ. പിന്നെ വാഷ്റൂം കുറേ ആൾക്കാർ കൺസേൺ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കശ്മീരിൽ നമ്മൾ പ്രതീക്ഷിച്ച നമ്മൾ പുതിയ ഹോട്ടലുകളുണ്ടല്ലോ, അതേ സെറ്റപ്പ് ഒന്നുമില്ല. ഇതൊരു കോട്ടേജ് ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ കുഴപ്പമില്ല, ഭയങ്കര മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതിങ്ങനെ വേറെ റൂം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഞാൻ അടിപൊളിയായിട്ട് കണ്ടത് നല്ലൊരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ചെക്കന്മാർ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. പിന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഈ ഒരു വ്യൂ ഉണ്ടോ? കിഡിലും വ്യൂ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? പിന്നെ മേലൊരു സാധനം കണ്ടിരുന്നു. എവിടെ പോയോ? ഇതുണ്ടെങ്കിൽ എന്താണ് സാധനം? കാറ്റാടിയന്തറ എന്തോ ഇതാണ്. അപ്പം പിന്നെ ഇവിടെ വെള്ളം കെറ്റിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഹീറ്റർ ഫെസിലിറ്റിയാണ്, ഇങ്ങനത്തെ ഹീറ്ററാണ് ഉണ്ടോ. അല്ലാതെ പിന്നെ AC ആവശ്യമില്ല, കാരണം തണുപ്പ് ഉണ്ട്. റൂം ബാത്റൂം ഈ റൂമത്തെ ബാത്റൂം ഇങ്ങനെയാണ്. ഓക്കെ സെറ്റല്ലേ? അപ്പോൾ ഇനി ലഗേജൊക്കെ ഒന്ന് കയറ്റട്ടെ ഇതിലുള്ളിൽ. ഇവിടെ വരെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി, മീൻസ് സ്റ്റേയിലെത്തി. അപ്പോൾ ഇനി ഇവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ട് സ്റ്റേ? അടിപൊളി. ഫാമിലി ബാച്ചിലേഴ്സ് ആർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ബെസ്റ്റ് സ്ഥലം. നല്ലൊരു ഹിൽ വ്യൂ. അതിൻ്റെ പേര് പോലെ തന്നെ അല്ലേ, ഹിൽ വേ സ്റ്റേ എന്ന് നമ്മളിതിനെ പറയാൻ പറ്റും. പിന്നെ നാളെ നമുക്കേ ഇവിടുന്ന് നേരെ ഡൗക്കി അല്ലെങ്കിൽ നമ്മുടെ 7 സിസ്റ്റേഴ്സ് ഇല്ലേ, ചിറാപുഞ്ചി 7 സിസ്റ്റേഴ്സ്, ഈ രണ്ടിലൊന്ന് നാളെ കവർ ചെയ്യുക. മറ്റന്നാൾ നമുക്ക് ബംഗ്ലാദേശ് ബോർഡറായ ഡൗക്കി, അവിടെ ക്രിസ്റ്റൽ വാട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള സെറ്റില്ലേ, അവിടെ പോവാം. അത് പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മോള് തുറന്നിക്കണമെന്ന് നമുക്ക് നോക്കട്ടെ. സൺസെറ്റ്. വാവ്. സൺസെറ്റ് പോലെ. വാ. ഓ മൈ ഗോഡ്. അടിപൊളി. സൺസെറ്റ് സൺസെറ്റ് വിത്ത് ക്ലൗഡ്. ഇത് സെറ്റായില്ലേ?
ഫുള്ള് ഷില്ലോങ് ടൗൺ നമുക്ക് ഒന്ന് കാണട്ടോ ഈ റിസോർട്ടിന്. ഉണ്ടല്ലേ ഇതിലും പ്ലേസിലാട്ടോ പോകുമ്പോഴുള്ളത്. മേഘാലയയിലെ ഷില്ലോങ്ങിലാണ്. നിങ്ങൾ നോക്കി എന്താ അടിപൊളി ഓരോ വീടുകളുടെ നോക്കി. അടിപൊളിയായിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് ഉണ്ടോ അല്ലേ? എങ്ങനെയുണ്ട്? സെറ്റല്ലേ? ഏകദം ബടിയാ, ഫസ്റ്റ് ക്ലാസ്. ബോലോ യാർ അടിപൊളി. എനിക്കൊന്നും പറയാം, ഞാൻ കാണാൻ സംഭവം നോക്കി കിഡിലും. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി ഫുള്ള് ഇതേപോലെ ഇങ്ങനെ 3 നില 4 നിലയൊക്കെയാണ്. ഇത് ഹോട്ടലുകൾ ചെയ്യാൻ വീടാ ഹോട്ടലാ? എനിക്കിഷ്ടമായത് ഇവിടെ ചെക്കന്മാർ പന്തളിക്കുന്നുണ്ട്. സംഭവം നേക്കാണ്. മേഘാലയക്ക് എന്ത് ചെയ്യാ, പെട്ടെന്ന് ബുക്ക് ചെയ്തോളി. പോണ്ടേ നമുക്ക് സെറ്റാക്കണ്ടേ? കമൻറ്റ് ചെയ്യ്. മേഘാലയക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്തോളി. മേഘാലയ ഷില്ലോങ് ഫുൾ ടൗൺ. മേഘാലയ ടൗണാണ് കണ്ടോ. നല്ലൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു, പോയി. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരെ റൂമിലെത്തിയിട്ട് ഫ്രഷായിട്ട് നമ്മൾ വീണ്ടും അടുത്ത കാഴ്ചകൾക്ക് ഇറങ്ങും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അങ്ങനല്ല, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇല്ല ശരിയായിക്കോളികള്. ഇവലപ്പാ പോകുന്നത്, ഇവര് നമ്മളെ ശരിയാക്കാം. സ്ഥലങ്ങളിൽ ഇങ്ങനെ അന്തപ്പെട്ട് കൊണ്ട് നമ്മളെ നല്ല അന്ന് ഞാനിന്ന് ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവന്നത് ഇതിന്റെ ഒരു ആയിക്കോട്ടെ. അനക്കിതറിയും ഇതിന്റെ മുന്നേ 10 എന്നിട്ട് ഞാൻ കാര്യം പറയാനോട് ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് ഞാൻ പറയാം ഇങ്ങനെ അന്തപ്പെട്ട് അയിലേലും കാശ്മീരിൽ കൂടെ ജോലിയും കാര്യങ്ങളും അടുത്തേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് കുറേ പൈസ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെന്താ നമ്മള് ആകെ 10-60 കൊല്ലം കിട്ടുന്നത് ഏറിപ്പോയി കഴിഞ്ഞാൽ. അത് നമ്മളതൊക്കെ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ പഴയ ആൾക്കാരുടെ ഇപ്പോൾ ഒരു 60-65 കോടിയുണ്ട് മരിച്ചിട്ടുണ്ട്. 50-55 കിട്ടാൻ പറയുമ്പോൾ എനിക്ക് ഇനി എത്ര വാങ്ങിക്കും? 45 ആയിപ്പോലോ. അത് ആർക്കിപ്പോൾ 48 വയസ്സായി. 32 എങ്ങനെ 48 32 എനിക്ക് 29, ഇവന് 22, എനിക്ക് 26. ഞാൻ 1.5 ക്ലാസ്സിൽ വ്യത്യാസമുള്ളൂ. സംഭവിക്കില്ലേ? ഇതൊക്കെ നോക്കി ഇതൊക്കെ കാറി എടുക്കാൻ പോയിട്ട് അതൊക്കെ ലൈറ്റിങ് വന്നു. ഞാൻ നൈറ്റ് ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ട്. നേരെ നോക്കി ഇപ്പുറത്ത് നോക്കാം, ഈ സൈഡ് നോക്കി അല്ലേ? റിസോർട്ടിന്റെ പേര് പറയണ്ട, ഇനി ലൈറ്റ് കൂടി വന്ന നേക്കാ കരുത് ഫുള്ള് സംഭവം സെറ്റാണോ? ഇവിടേക്ക് ബാക്ക് കാണുന്നുണ്ടോ? ഒന്ന് മുന്നിൽ നോക്കാം. ക്യാഷിന്റെ വർത്തുണ്ട് അല്ലേ? ക്യാഷിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ മുത്തുമോനാണ് ക്യാമറമാൻ. മുത്തുമോനെ കണ്ടപ്പോ ഇവ രണ്ടാളി കണ്ടിട്ട് നോക്കി, ഇവ രണ്ടാളും നോക്കി ഒരേപോലെ. രണ്ടാളി 8-5 മാറ്റില്ലേ? 8-5 കൈത ഞങ്ങള് ആണ്. പിന്നെന്താ എനിക്കൊരു ഉറപ്പില്ലാത്തതിന്. അപ്പൊ ഇനി നമ്മള് നേരെ ഈ റൂം ഫ്രഷ് ആവും. ഓക്കെ. അപ്പോ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് ആളുകളെ കൊണ്ടുവരും. കാരണം നമ്മളെ കൂടെ വരുന്ന കൂടുതലും ഫാമിലീസൊക്കെയാണ്. മേഘാലയ എങ്ങനെയുണ്ടെന്ന് പഠിക്കട്ടെ. ഇപ്പോൾ ആസഫിന് നമ്മൾ എടുത്ത ഹോട്ടലല്ല റിസോർട്ടാണ്. ഇതും അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ചെറിയ നമ്മളൊരു ഊട്ടി ക്ലൈമറ്റാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പ്. ഇവിടെ ഇത് വരലുണ്ടോ? നല്ല കോട വരലുണ്ടോ? ഇവിടെ കോട നല്ല അടിപൊളി കോട വരും. രാവിലെ കിട്ടും. ഇവിടെ രാവിലെ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞ് മേലക്കല്ലോ, മഞ്ഞ് ഇപ്പുറത്തില്ലല്ലോ. ഇങ്ങോട്ടില്ല. അപ്പോൾ ഇപ്പൊ നമ്മൾ തൽക്കാലം -2 -3 ഒക്കെ വരും. -3 ആ സമയത്ത് നമ്മൾ അടുത്ത ദിവസമുള്ള കാശ്മീരിലായിരിക്കും, മീൻസ് അടുത്ത മാസം മുതൽ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് വരുന്നത് ഒക്ടോബർ 2 അപ്പോൾ നിങ്ങൾ ഒക്ടോബർ 2 പിന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെയുള്ള ഡേറ്റുകൾ കാശ്മീരിലേക്കുള്ള കേട്ടോ. 14 ദിവസത്തെ ട്രിപ്പ്, ആഗ്ര, ഡൽഹി, കാശ്മീർ, അങ്ങനെ ട്രിപ്പുകൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക,
നമ്മുടെ വോയേജർ ഗ്രാമിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മേഘാലയനെ കുറിച്ച് പറയാം. നോക്കി എൻ്റെ മോനെ എന്തോ ഒരു ഭംഗിയില്ലേ ലൈറ്റ് നോക്കി. അപ്പോൾ ഇനി ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഭംഗിയായിട്ട് ഇവിടെ വരും. അപ്പോൾ നമ്മൾ അത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസീമിൻ്റെ ഫാമിലിയും നമ്മളെ ഉബൈദിൻ്റെ മുത്തുമോൻ്റെ ഫാമിലി, കുഞ്ഞുമുത്തിൻ്റെ ഫാമിലിയൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ എന്തല്ലേ നമ്മളെ റൂമിൽ കയറി ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സെറ്റപ്പ് ടൗൺ കേട്ടോ. ഇങ്ങനെ ഇറങ്ങിപ്പോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേഘാലയയിലെ റൂംസ് വരും കേട്ടോ. ഈ ഒരു കാറ്റഗറിയാണ് റൂംസ് വരും. ഓക്കെ, പിന്നെ വാഷ്റൂം കുഴപ്പമൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള വ്യൂ കേട്ടോ. ഓക്കെ, ഈ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കാണിച്ചാ लिफ्ट ഉണ്ട്. आपका नाम क्या? मेरा नाम रुचन. 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 अच्छा. तो अभी हम रेस्टोरेंट जा रहे हैं ना. ഇതാണ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുന്ന ഏരിയ. ഓക്കെ ഓക്കെ, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ഷില്ലോങ് ടൗൺ കേട്ടോ. അതായത് നമ്മൾ മണാലിൻ്റെ പോലെയല്ല, ഇതിൻ്റെ ഒക്കെ ഒരു മാറ്റം. എന്താ കോളേജ് വിട്ടിട്ടുണ്ടോ? ഐ ലവ് ഷില്ലോങ് ബോർഡ് ഉണ്ടോ? ഇതാണ് നിങ്ങൾ ഇവിടുത്തെ ടാക്സി ഫുള്ള് ഇതേപോലെ അൾട്ടോ 800 കൊണ്ട് ഒരു കളിയാണ്. അൾട്ടോ 800 ആൾക്കാർ ഒട്ടും ഫ്രണ്ട്ലി അല്ല കേട്ടോ അല്ലേ. ഭയങ്കര ഒരു മാതിരി ബിഹേവിങ് ഒന്നും വലിയൊരു മെച്ചമല്ലാത്ത ആൾക്കാർ.